എല്ലാവർക്കും നമസ്കാരം. ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റിന്റെ MOP രണ്ടാമത്തെ ക്ലാസ്സാണ്. ഈ ക്ലാസ്സിൽ പ്രധാനമായും തപാൽ എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങളും അതുമായി ബന്ധപ്പെടുന്ന ചോദ്യങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, തപാൽ എന്ന് പറയുന്നത്, നമ്മൾ ഇതിനകത്ത് കുറച്ച് നിർവചനങ്ങൾ, ഡെഫിനിഷൻസ് പറയുന്നുണ്ട്. ആ ഡെഫിനിഷൻസ് ഒക്കെ തന്നെ ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പലതും നമുക്കൊരു ബോറായിട്ട് തോന്നും. അപ്പോൾ ഓരോ സാഹചര്യങ്ങൾ വരുമ്പോഴും നമ്മൾ അതിൻ്റെ ഡെഫിനിഷൻസ് പറയുകയും പഠിക്കുകയും ചെയ്യുന്നതാണ് നല്ലത്. അപ്പം നമുക്കിവിടെ ഒന്ന് രണ്ടെണ്ണം എന്നാലും പറയേണ്ടതുണ്ട്. ഒന്ന്, തപാലാണ്. തപാൽ എന്ന് പറയുന്നത് നമ്മുടെ ഓഫീസുകളിൽ ലഭിക്കുന്ന ഔദ്യോഗികവും അർദ്ധ ഔദ്യോഗികവും ആയിട്ടുള്ള എല്ലാ അറിയിപ്പുകളും നമ്പർ നൽകുന്നത് വരെ, അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആണ് തപാൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഓഫീസിലേക്ക് അതിൻ്റെ ഓഫീസിൻ്റെ അഡ്രസ്സിൽ വരുന്ന കവറുകൾ, പേപ്പറുകൾ, പ്രിന്റഡ് മാറ്റേഴ്സ്, ദെൻ നമുക്ക് തപാൽ ഓരോ ഓഫീസുകളിൽ, വലിയ ഓഫീസുകളിൽ തപാൽ നിക്ഷേപിക്കാൻ ഒരു ബോക്സ് ഉണ്ട്, തപാൽ ബോക്സ്. പോസ്റ്റ് ഓഫീസിലെ പെട്ടിയല്ല, അല്ലാതെ ഓഫീസുകളിൽ തപാൽ കൊണ്ടുവരുന്നവർക്ക് നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സിൽ നിക്ഷേപിക്കാം. അല്ലാതെ പോസ്റ്റ് ഓഫീസ് വഴി തപാലുകൾ വരാം, ഓഫീസിലേക്കുള്ള തപാലുകൾ വരാം. അല്ലാതെ ഇപ്പോൾ വേറൊരു സാഹചര്യം ഞാൻ പറയാം. ഒരു ജില്ലാ ആസ്ഥാനം, ഒരു ജില്ലാ ആസ്ഥാനത്തുള്ള ഓഫീസുകളൊക്കെ തന്നെ അവിടെ ചുറ്റുവട്ടത്തൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ അത്തരം ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സുകളിലുള്ള ഓഫീസുകളിൽ തപാൽ കൈമാറ്റം ചെയ്യുന്നത് ബന്ധപ്പെട്ട ഓഫീസിലെ OAമാരായിരിക്കും. ആ OAമാർ നേരിട്ട് തപാലുകൾ ഈ ഓഫീസിലേക്ക് ഉണ്ടെങ്കിൽ ആ കവറുകൾ നേരിട്ട് കൊണ്ടുവന്ന് തരും. തന്നു കഴിഞ്ഞാൽ അത് സ്വീകരിക്കുന്നത് തപാൽ ക്ലർക്കാണ്. ആ ക്ലർക്ക് അവർ കൊണ്ടുവരുമ്പോൾ അവരൊരു ബുക്കിൽ രേഖപ്പെടുത്തിയിട്ട് അവിടുന്ന് ഇവരെടുത്ത് കൊടുത്തു വിടുന്നത്. ആ ബുക്കിൻ്റെ പേരാണ് ലോക്കൽ ഡെലിവറി ബുക്ക്. അപ്പോൾ ലോക്കൽ ഡെലിവറി ബുക്കിൽ തീയതിയും ഈ കവർ എത്രയെണ്ണം ഉണ്ട്, എന്താണ് മാറ്റർ എന്നും എഴുതി ഈ OAമാരെടുത്ത് അവിടുത്തെ ഡെസ്പാച്ച് ക്ലർക്കോ അല്ലെങ്കിൽ സ്ഥാപന മേധാവിയോ കൊടുത്തു വിടുകയാണ് ചെയ്യുന്നത്. ഇവിടെ വന്ന് അത് കവറ് തപാൽ ക്ലർക്കിനെ അവർ ഏൽപ്പിക്കുന്നു. ആ ലോക്കൽ ഡെലിവറിയിൽ ഒപ്പ് മേടിച്ച്, തപാൽ ക്ലർക്കിൻ്റെ ഒപ്പ് മേടിച്ച് അവർ തിരിച്ചു പോകും. അപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെയാണ് ഒരു തപാല് ഒരു ഓഫീസിലേക്ക് എത്തിച്ചേരുന്നത്. ഒരിക്കൽ കൂടി പറയാണ്, തപാല് പോസ്റ്റ് ഓഫീസ് വഴി ലഭിക്കുന്ന തപാലുകളുണ്ട്. നേരിട്ട് പാർട്ടികൾ, കൺസേൺഡ് ആൾക്കാർ നേരിട്ട് വന്ന് ഓഫീസിൽ സമർപ്പിക്കുന്ന തപാലുകൾ ഉണ്ടായിരിക്കും. പിന്നെ ഓഫീസിൽ വെച്ചിരിക്കുന്ന തപാൽ ബോക്സിൽ നിക്ഷേപിച്ച തപാലുകൾ ഉണ്ടാവും. പിന്നെ ഹെഡ്ക്വാർട്ടേഴ്സുകളിൽ നേരിട്ട് ഓഫീസ് ടു ഓഫീസ്, ഒരു ഓഫീസിൽ നിന്ന് നമ്മുടെ ഓഫീസിലേക്ക് ലോക്കൽ ഡെലിവറി ബുക്ക് വഴി വരുന്ന തപാലുകൾ ഉണ്ടായിരിക്കും. ഇതിനെല്ലാം നമ്മൾ തപാൽ എന്ന ഒറ്റ വാക്കാണ് ഉപയോഗിക്കുന്നത്. അത് തപാൽ എന്താണ് എന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ തപാൽ എന്താണ് എന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ഓഫീസിലേക്ക് വരുന്ന എല്ലാ പേപ്പറുകളും ഓഫീസിൽ എത്തിക്കഴിഞ്ഞാൽ അത് തപാൽ ക്ലർക്ക്, ഈ തപാൽ കൈകാര്യം ചെയ്യുന്ന ക്ലർക്ക് നമ്പർ ഇടും. അത് ക്രമനമ്പറാണ്. ആ ക്രമനമ്പർ ഇട്ട് ഓഫീസിന്റെ സീല് പതിപ്പിക്കും, തീയതിയും പതിപ്പിക്കും. ആ നമ്പർ ഇടുന്നത് വരെയാണ് നമ്മൾ ഇതിന് തപാൽ എന്ന് പറയുള്ളൂ. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അണ്ടിൽ നമ്പറിങ്. തപാല് എന്ന് പറയുന്നത് നമ്പർ ഇടുന്നത് വരെയാണ് തപാൽ എന്ന് പറയുന്നത്. ഇനി അടുത്തത്, തപാല് നമ്പർ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പേര് മാറി. നമ്പർ ഇട്ട് ഈ നമ്പർ ഇടുന്ന, അത് ഒന്നുകൂടി വിശദമായിട്ട് ഞാൻ പറയാം. നമ്പർ ഇടുന്നത് സെക്ഷൻ തപാൽ ക്ലർക്കാണ്. ആ തപാൽ ക്ലർക്ക് നമ്പർ ഇട്ട് കഴിഞ്ഞാൽ ആ തീർപ്പാകുന്നത് വരെ, ആ ഒരു അപേക്ഷയിൽ ആ പേപ്പറിൻ്റെ അന്തിമ തീർപ്പാകുന്നത് വരെ അതിന് കറണ്ട് എന്നാണ് പറയുന്നത്. ഒരു പേപ്പർ തപാൽ സെക്ഷനിൽ ലഭിച്ചു, തപാൽ സെക്ഷനിൽ നിന്ന് നമ്പർ ഇട്ടു, അന്തിമ തീർപ്പാകുന്നത് വരെ അതിന് നടപ്പ്, അല്ലെങ്കിൽ മലയാളമാണ് നടപ്പ്, കരണ്ട് എന്ന് പറയും. ആ കരണ്ടിൻ്റെ നമ്പറാണ് അതുവരെയുള്ള
ഡിസ്പോസൽ ആവുന്നത് വരെ, ഡിസ്പോസൽ എന്ന് പറഞ്ഞാൽ അന്തിമ തീർപ്പ് ആകുന്നത് വരെയുള്ള അതിൻ്റെ നമ്പറാണ് കറണ്ട് നമ്പർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എന്താണ് ഡിസ്പോസൽ? ഡിസ്പോസൽ എന്ന് പറഞ്ഞാൽ തീർപ്പ്, ഒരു തീർപ്പാക്കലാണ് ഡിസ്പോസൽ. ഡിസ്പോസലിന്റെ മലയാള അർത്ഥം തീർപ്പാക്കൽ എന്നാണ്. അതെന്താണെന്ന് വെച്ചാൽ ഒരു അപേക്ഷയിൽ ഓഫീസ് തലവന്റെ അന്തിമ തീരുമാനത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ ഡിസ്പോസൽ അഥവാ തീർപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ എവിടെന്നെങ്കിലും വന്ന ഒരു അപേക്ഷ, ആ അപേക്ഷ തപാൽ ക്ലർക്ക് നമ്പർ ഇട്ട് ക്ലർക്കിൻ്റെ അടുത്തെത്തി, പിന്നെ നോട്ട് എഴുതി ഡ്രാഫ്റ്റ് എഴുതി അന്തിമ തീരുമാനമായി അവസാനം ആ പിന്നെ ഓഫീസ് മേധാവി ആ തീരുമാനത്തിൽ അത് തള്ളിക്കളയുന്നതായാലും സ്വീകരിക്കുന്നതായാലും എന്തായാലും അതിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ആ അന്തിമ തീരുമാനത്തിൻ്റെ സ്റ്റേറ്റ്മെന്റിനാണ് നമ്മൾ തീർപ്പ് അഥവാ ഡിസ്പോസൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ 2-3 നിർവചനങ്ങൾ അത്യാവശ്യമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് ഇവിടെ തന്നെ പറയുന്നത്. ഇനി ഒരിക്കൽ കൂടി പറയാം. നമ്മൾ തപാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു. ആ തപാൽ പേപ്പറുകൾ നമ്മളുടെ ഓഫീസിൽ എത്തി രാവിലെ 10 മണിക്ക്, സാധാരണഗതിയിൽ രാവിലെ 10 മണിക്ക് തന്നെയാണ് ഓഫീസ് ടൈം തുടങ്ങുന്നത്. 10 മണിക്ക് തന്നെ അന്ന് അതുവരെ ലഭിച്ച, തലേന്ന് ഓഫീസ് സമയത്തിന് ശേഷം ലഭിച്ച തപാലുകളും അന്ന് രാവിലെ 10 മണി വരെ ലഭിച്ചിട്ടുള്ള തപാലുകളും എല്ലാം പിന്നെ തപാൽ ക്ലർക്ക്, ആ തപാൽ കൈകാര്യം ചെയ്യുന്ന ക്ലർക്കാണ് തപാൽ ക്ലർക്ക്. ആ ക്ലർക്ക് കവറൊക്കെ പൊളിച്ച്, ഈ കവറ് പൊളിക്കുന്നത് ഓഫീസ് മേധാവിയുടെ സാന്നിധ്യത്തിലായിരിക്കണം. അല്ലെങ്കിൽ ഓഫീസ് മേധാവി ചുമതലപ്പെടുത്തിയിരിക്കുന്ന മറ്റൊരു ഓഫീസറുടെ സാന്നിധ്യത്തിലായിരിക്കണം ഈ കവറുകൾ പൊളിക്കേണ്ടത്. അപ്പൊ കവറുകൾ പൊളിച്ചു കഴിഞ്ഞാൽ, ഓഫീസ് മേധാവിയുടെ സാന്നിധ്യത്തിൽ കവറുകൾ പൊളിച്ചു കഴിഞ്ഞാൽ തപാൽ ക്ലർക്ക് ആദ്യം ചെയ്യേണ്ടത് നമുക്ക് വന്നിട്ടുള്ള ഈ പേപ്പറുകൾ, ഏതാ അപേക്ഷയോ എന്താണെന്ന് വെച്ചാൽ ആ അപേക്ഷയിൽ അല്ലെ ആ പേപ്പറിൽ തീയതിയും ഓഫീസ് സീലും പതിപ്പിക്കും. അതായത് ബന്ധപ്പെട്ട ഓഫീസിലെ സീലും, നമ്മൾ ഇത് കൈകാര്യം ചെയ്യുന്ന ഓഫീസിലെ സീലും തീയതിയും പതിപ്പിക്കും. പതിപ്പിച്ചതിന് ശേഷം ഇതിന് ഒരു നമ്പർ ഇട്ട് ഒരു രജിസ്റ്ററിൽ ചേർക്കും. ഈ ഫയലിന്, നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ പേപ്പറിന് നമ്പർ ഇടും. ആ നമ്പർ പേപ്പറിന്റെ പുറത്തും ഇടും, രജിസ്റ്ററിലും ഇടും. ആ രജിസ്റ്ററിന്റെ പേരാണ് ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്റർ. അപ്പൊ ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററിൽ നമ്മൾ ചേർക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. ആ ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്റർ എന്ന് പറയുന്നത് നമ്മൾ ആരാണ് കൈകാര്യം ചെയ്യുന്നത്? ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്റർ എന്ന് ചോദിച്ചാൽ തപാൽ ക്ലർക്കാണ് ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്റർ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്റർ കൈകാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതിൽ രേഖപ്പെടുത്തണം. ഈ വന്ന അപേക്ഷകളെ പറ്റിയും അല്ലാത്തതുമൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ രേഖപ്പെടുത്തണം. അപ്പൊ ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്റർ എന്താണെന്ന് നമുക്ക് നോക്കാം. കറണ്ട് നമ്പർ, ഞാൻ പറഞ്ഞു നമ്മൾ തപാലാണ് വന്നത് നമ്പർ കൊടുത്തു കഴിയുമ്പോൾ അത് കറണ്ടായി, അഥവാ നടപ്പ് എന്നായി. ആ കറണ്ടിന് ഒരു നമ്പർ ഉണ്ടാവും. കറണ്ട് എന്ന് പറയുന്നത് നമ്മൾ നമ്പർ ഇട്ടത് മുതൽ തീരുമാനമാകുന്നത് വരെയുള്ള ഫയലിനാണ് നമ്മൾ കറണ്ട് എന്ന് പറയുന്നത്. ആ കറണ്ടിന് ഒരു നമ്പർ ഉണ്ടാവും, അതാണ് കറണ്ട് നമ്പർ. രണ്ടാമത്, അപ്പൊ ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്റർ 5 കോളമുള്ള ഒരു രജിസ്റ്ററാണ് ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്റർ. അപ്പോൾ അതും സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്റർ അഥവാ വിതരണ രജിസ്റ്റർ. എന്താണ് വിതരണം ചെയ്യുന്നത്? ഈ വന്നിട്ടുള്ള തപാലുകൾ നമ്പർ ഇട്ട് കറണ്ടായി ആ കറണ്ടുകൾ ബന്ധപ്പെട്ട സെക്ഷനുകളിലേക്ക്, ക്ലർക്കുമാരുടെ അടുത്തേക്ക് വിതരണം ചെയ്യുന്നതിനുള്ള രജിസ്റ്ററാണ് വിതരണ രജിസ്റ്റർ, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററിലെ ആകെ കോളങ്ങളുടെ എണ്ണം 5 ആണ്. ആ 5 കോളങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ശ്രദ്ധിക്കുക. കറണ്ട് നമ്പർ ആണ് ആദ്യത്തേത്. അതായത് നമ്മൾ രേഖപ്പെടുത്തി നമ്പർ ഇട്ട ഫയലിന്റെ, ആ അപേക്ഷയുടെ, ആ പേപ്പറിന്റെ ഏതോ ആയിക്കോട്ടെ നമ്പർ. 2, എൻക്ലോഷേഴ്സ് നമ്പർ ആൻഡ് ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ. എൻക്ലോഷർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വന്ന പേപ്പറിന്റെ കൂടെ അതിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള, അതിനോട് കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുള്ള
എന്തൊക്കെ കടലാസുകളാണ്, അതിന് നമ്പർ എത്ര എണ്ണമുണ്ട്, ഈ കാര്യം എന്താണെന്നൊരു ചുരുക്ക വാചകത്തിൽ എഴുതുക. അല്ലെങ്കിൽ വന്നതൊരു അപേക്ഷ, പിന്നെ ഗ്രേഡ് ഫിക്സേഷൻ, അതിൽ നമ്മൾ ചുരുക്കത്തിൽ എഴുതുകയാണ്. അപ്പോൾ എത്ര എൻക്ലോഷേഴ്സ് ഉണ്ട്, അതിൻ്റെ മാറ്റർ എന്താണ്, ഈ വന്ന അപേക്ഷ എന്തിനെ സംബന്ധിക്കുന്നതാണ് എന്ന് നമ്മൾ ചുരുക്കപ്പേരിൽ അവിടെ എഴുതി വെച്ചു. അപ്പോൾ ആദ്യം കറണ്ട് നമ്പർ എഴുതി, പിന്നെ എൻക്ലോഷേഴ്സ് എത്രയുണ്ടെന്ന് എഴുതി, പിന്നെ എൻക്ലോഷേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഉൾച്ചേർപ്പുകൾ എന്നൊക്കെ മലയാളത്തിൽ പറയും. അതായത് നമ്മളെ കൺസേൺഡ് പേപ്പറിനൊപ്പം വന്ന പേപ്പറിനൊപ്പം അറ്റാച്ച് ചെയ്തിട്ടുള്ള സപ്പോർട്ടിംഗ് ആയിട്ടുള്ള പേപ്പറുകളാണ് എൻക്ലോഷേഴ്സ്. ദെൻ മൂന്നാമത്തത് സെക്ഷൻ ലെറ്റർ ആൻഡ് ക്ലർക്ക് നമ്പർ. അവിടെ ഞാൻ A4B എന്നൊക്കെ വെറുതെ ഇട്ടതാണ്. സെക്ഷൻ ലെറ്റർ ആൻഡ് ക്ലർക്ക് നമ്പർ. ഇപ്പൊ സെക്ഷൻ ലെറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ വന്ന ഈ കണ്ടന്റ്, ഈ മാറ്റർ ആയിട്ട് ബന്ധപ്പെട്ട, ഇപ്പൊ നമ്മൾ ഒരു അപേക്ഷ കൊടുത്തത് ഏതെങ്കിലും ഇപ്പൊ ഗ്രേഡ്, ഇപ്പോൾ വേറെ ഒരു അധ്യാപകരുടെ ഗ്രേഡിനെ സംബന്ധിക്കുന്ന അപേക്ഷയാണ് ഒരു ഓഫീസിലേക്ക്, വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരു ഓഫീസിലേക്ക് വന്നതെങ്കിൽ നമ്മളവിടെ എൻക്ലോഷേഴ്സ് 4 പേജ് 4 പേപ്പർ, പിന്നെ ഗ്രേഡ് ഫിക്സേഷൻ ഓഫ് ടീച്ചർ എന്നൊക്കെ എഴുതി അതിൻ്റെ താഴെ ഇത് ചെയ്യുന്ന ഒരു ക്ലർക്ക് ഉണ്ടാവും. ഈ ബന്ധപ്പെട്ട കാര്യം ചെയ്യുന്ന ക്ലർക്ക്, ആ ക്ലർക്ക് ആരാണെന്ന് നേരത്തെ തീരുമാനിക്കപ്പെട്ടിട്ടുള്ളതാണ്. ആ ഡ്യൂട്ടിയൊക്കെ അവിടെ രജിസ്റ്ററിൽ കൃത്യമായിട്ടുണ്ട്. ഓരോ ക്ലർക്കിനും ഏതെല്ലാം വിധത്തിലുള്ള ഡ്യൂട്ടീസാണ് ഉള്ളതെന്നൊക്കെ നമ്മൾ രജിസ്റ്ററിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് നേരത്തെ തന്നെ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാൾക്ക് ഈ ഡ്യൂട്ടി ഈ വന്ന പേപ്പർ സെക്ഷൻ ക്ലർക്ക് നമ്പറും എഴുതി കൊടുക്കാൻ വേണ്ടി തയ്യാറാക്കും. ഇപ്പം ഞാൻ അവിടെ പറഞ്ഞിരിക്കുന്ന വന്ന പേപ്പർ A4 സെക്ഷനിലേക്കാണ് പോകേണ്ടത്. A സെക്ഷനിലെ 4ാമത്തെ ക്ലർക്കിനാണ് കൊടുക്കേണ്ടതെങ്കിൽ നമ്മളവിടെ A4 എന്ന് എഴുതി. ഇനി 4ാമത്തെ കോളം നാച്ചർ RDKLF ഡിസ്പോസൽ എന്നാണ്. അപ്പൊ ഈ നമ്മൾ തീരുമാനമാകുന്ന ഈ തീർപ്പിന്റെ സ്വഭാവമാണ് RDKLF. അപ്പം ഈ തീർപ്പായാൽ, ഈ ഫയല് തീർപ്പായാൽ അത് ഇപ്പം എഴുതണമെന്നില്ല, ഇത് ഫയല് തീർപ്പായതിനു ശേഷം എഴുതിയാലും മതി. അറിയാമെങ്കിൽ നേരത്തെ എഴുതാം. ചില പേപ്പറുകൾ ഫയലുകൾ 20 വർഷത്തോളം സൂക്ഷിക്കേണ്ടതായിട്ട് വരും. ചിലത് 10 വർഷം സൂക്ഷിച്ചാൽ മതി, ചിലത് 1 വർഷം സൂക്ഷിച്ചാൽ മതി, ചിലത് നമ്മൾ സൂക്ഷിക്കേണ്ടതില്ല, ഫയലിലിട്ടാൽ മതി. ഇത്തരത്തിൽ ഫയല് ഡിസ്പോസൽ ആവുമ്പോൾ അതിൻ്റെ സ്വഭാവം കൂടി നമ്മൾ രേഖപ്പെടുത്തും. ഇപ്പോൾ 6 ചേർത്തിട്ടുള്ള ഒരു ഫയലാണെങ്കിൽ RDIS ഫയൽ എന്ന് പറയും. RDIS ഫയൽ എന്ന് പറയാൽ അത് 20 വർഷം നമ്മൾ ഓഫീസിൽ റെക്കോർഡ് റൂമിൽ സൂക്ഷിക്കണം. അതിനുശേഷം മാത്രമേ നശിപ്പിക്കാൻ പാടുള്ളൂ. പിന്നെ DDIS ഉണ്ട്. DDIS എന്ന് പറഞ്ഞാൽ ഡിസ്ട്രോയ് ആഫ്റ്റർ 10 years എന്നാണ് DDISന്റെ പൂർണ്ണരൂപം. അപ്പോൾ അത് 10 വർഷം സൂക്ഷിച്ചതിന് ശേഷം മാത്രമേ നശിപ്പിക്കാൻ പാടുള്ളൂ. അത് ആ കോളത്തിൽ എഴുതണം. ഇപ്പോൾ എഴുതിയില്ലെങ്കിൽ പിന്നെ റെക്കോർഡ് കീപ്പേഴ്സ് ഇനീഷ്യൽ. അപ്പോൾ ഈ റെക്കോർഡ് കീപ്പേഴ്സ് ഇനീഷ്യൽ എന്ന് പറയുന്നത് ഈ ഫയല് അന്തിമ തീരുമാനമായതിനു ശേഷം നമ്മൾ റെക്കോർഡ് കീപ്പറിന്റെ റെക്കോർഡ് റൂമിൽ സൂക്ഷിക്കാൻ കൊണ്ടുപോകും. അവിടെ സൂക്ഷിക്കുമ്പോൾ അദ്ദേഹം ഈ രജിസ്റ്ററിൽ അത് കൺസേൺഡ് പേജിൽ ഇനീഷ്യൽ ചെയ്ത് കൊടുക്കും. അത് റെസിപ്റ്റാണ്, അവിടെ റിസീവ് ചെയ്തു എന്നത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. ഇനി പേര് വെച്ചിട്ടുള്ള ഒരു തപാലാണ് വരുന്നതെങ്കിൽ, ഒരാളുടെ പേര് വെച്ചിട്ടാണ് തപാൽ വരുന്നതെന്ന് വിചാരിക്കുക. മൊത്തത്തിൽ ഓഫീസ് മേധാവിയുടെ ഔദ്യോഗിക ഡെസ്റ്റിനേഷൻ വെച്ചിട്ടാണ് പേര് വരുന്നതെങ്കിൽ കുഴപ്പമില്ലാതെ സെക്ഷൻ തപാൽ ക്ലർക്ക് തന്നെ ഓപ്പൺ ചെയ്യും. അല്ല, കൺസേൺഡ് വ്യക്തിയുടെ ഒരു ഓഫീസറിന്റെ നെയിം പേര് വെച്ചിട്ടാണ് വരുന്നതെങ്കിൽ അത് കവർ തുറക്കേണ്ടത് ആ മേൽവിലാസക്കാരനായ ഓഫീസർ ആരാണോ, അഡ്രസ്സി ആരാണോ അദ്ദേഹം തന്നെയാണ് അത് തുറക്കേണ്ടത്. ഇനി രഹസ്യ സ്വഭാവമുള്ള തപാലുകൾ ഉണ്ടാവും. അപ്പോൾ ആ കവറിൻ്റെ മുകളിൽ സ്ട്രിക്ട്ലി കോൺഫിഡൻഷ്യൽ എന്നൊക്കെയുള്ള വിവരങ്ങൾ ഉണ്ടാവും. അത് രഹസ്യ സ്വഭാവമുള്ള തപാലുകളായിട്ട് നമുക്ക് കണക്ക് കൂട്ടാം. അത്തരം രഹസ്യ സ്വഭാവമുള്ള തപാലുകൾ ഓപ്പൺ ചെയ്യേണ്ടത് കൺസേൺഡ് അഡ്രസ് ഉള്ള ആൾ തന്നെയാണ്. അത് ഔദ്യോഗിക നാമം ആണെങ്കിൽ പോലും, ഇപ്പോൾ ഒരു സീനിയർ സൂപ്രണ്ട് എന്നും പറഞ്ഞാൽ വന്നതെങ്കിൽ പോലും ആ സീനിയർ സൂപ്രണ്ട് തന്നെ അത് തുറക്കണം. കാരണം അത് രഹസ്യ സ്വഭാവമുള്ള കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു കവറാണ്. ഇനി ഓഫീസ് സമയം കഴിഞ്ഞിട്ട് വരുന്ന കവറുകളാണെങ്കിൽ, തപാല് ഓഫീസ് സമയം കഴിഞ്ഞിട്ട് വരികയാണെങ്കിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരാരെങ്കിലും ആ ബോക്സിൽ ഇട്ടിട്ടുണ്ടാവും. അത്തരം കവറുകൾ തൊട്ടടുത്ത ദിവസം രാവിലെ തന്നെ നമ്മൾ വിതരണത്തിന്
വിതരണ രജിസ്റ്ററിൽ ചേർക്കേണ്ടതാണ്. അപ്പോൾ അടുത്ത ദിവസം 10 മണിക്കാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് വിതരണ രജിസ്റ്റർ എന്ന് പറയുന്നത് നമ്മളുടെ ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററാണ് നമ്മളിപ്പോൾ കണ്ടത്. ആ വിതരണ രജിസ്റ്ററിൽ നമ്മൾ ചേർത്തു, 5 ദിവസം 5 കോളത്തിൽ ചേർത്ത്, ആ ചേർത്തതിന് ശേഷം ഇത് നമ്മൾ കൊടുക്കുന്നത് ആ സെക്ഷനിലെ സൂപ്രണ്ടുമാർക്കാണ്. നേരിട്ട് സെക്ഷനിലെ ക്ലർക്കുമാർക്കല്ല ഫയലുകൾ നമ്മൾ കൊടുക്കുന്നത്, മറിച്ച് ആ സെക്ഷനിലുള്ള സൂപ്രണ്ടിനാണ് കൊടുക്കുന്നത്. സൂപ്രണ്ട് ആണ് ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ സെക്ഷനിലുള്ള ക്ലർക്കുമാർക്ക് ഈ പേപ്പറുകൾ വിതരണം ചെയ്യുന്നത്. ഇനി വിലപിടിപ്പുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ, ഇപ്പോൾ രഹസ്യ സ്വഭാവമുള്ള കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള പേപ്പറുകളുടെ കാര്യം ഞാൻ പറഞ്ഞു. വിലപിടിപ്പുള്ള ചെക്ക്, ഡ്രാഫ്റ്റ്, അത്തരത്തിൽ എന്തെങ്കിലും ക്യാഷ്, അത്തരത്തിലുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തേണ്ടത് സെക്യൂരിറ്റി രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു രജിസ്റ്ററിലാണ്. അപ്പോൾ സെക്യൂരിറ്റി രജിസ്റ്ററിൽ നമ്മൾ രേഖപ്പെടുത്തുന്നത് വിലപിടിപ്പുള്ള ചെക്ക്, ഡ്രാഫ്റ്റ് പോലെയുള്ള തപാലുകളാണ്. അപ്പോൾ തപാലിൻ്റെ ഒപ്പം വന്ന ചെക്ക്, ഡ്രാഫ്റ്റ്, ഇനിയിപ്പോൾ ക്യാഷ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതാണ് നമ്മൾ ഇതിനൊപ്പം സെക്യൂരിറ്റി രജിസ്റ്ററിൽ ചേർക്കുന്നത്. ഈ സെക്യൂരിറ്റി രജിസ്റ്ററിൽ ചേർത്തിട്ടുള്ള വിലപിടിപ്പുള്ള സാധനത്തിന്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് മാനേജറാണ്. അപ്പോൾ മാനേജറുടെ കസ്റ്റഡിയിലാണ് ഈ വാല്യുബിൾ ആയിട്ടുള്ള വിലപിടിപ്പുള്ള വന്നിട്ടുള്ള സാധനങ്ങൾ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം മാനേജർക്കാണ്. അപ്പോൾ തപാൽ ക്ലർക്ക് ഇതെല്ലാം റെഡിയാക്കിയതിന് ശേഷം നേരിട്ട് മാനേജർക്ക് കൈമാറുകയാണ് ചെയ്യുന്നത്. ആ മാനേജർ ഇതിന്റെ കൈപ്പറ്റ് രസീതി തപാൽ ക്ലർക്കിന് കൊടുക്കും. 2 സ്ഥലത്ത് മാനേജർ റെസീറ്റ് അക്നോളജ് ചെയ്യാന്ന് പറയും, അല്ലെങ്കിൽ കൈപ്പറ്റ് നമ്മൾ ഏറ്റെടുത്തു കൈപ്പറ്റി എന്ന ഒരു സിഗ്നേച്ചർ, അതായത് സെക്യൂരിറ്റി രജിസ്റ്ററിലും കൊടുക്കും. മറ്റൊന്ന്, നമുക്ക് ഈ ചെക്ക് വന്ന ഒരു പേപ്പർ, ചെക്ക് ആണെങ്കിൽ ആ കൂട്ടത്തിൽ ഇന്ന ഇത്ര രൂപയുടെ ചെക്ക് ഇന്ന ആവശ്യത്തിന് ഇന്ന തരുന്നു എന്ന് പറഞ്ഞിട്ടായിരിക്കും വരുന്നത്. ആ പേപ്പറിന്റെ ചെക്കിനോട് അറ്റാച്ച് ചെയ്ത് വന്നിരിക്കുന്ന പേപ്പറിന്റെ മുകളിലും അദ്ദേഹം റിസീവ്ഡ് ദ ചെക്ക് ഫോർ RS ഇത്ര എന്ന് പറഞ്ഞിട്ട് ഒരു സൈൻ ചെയ്ത് തരും. അതാണ് അദ്ദേഹത്തിന്റെ കൈപ്പറ്റ് എന്ന് പറയുന്നത്. അപ്പൊ മാനേജറാണ് കസ്റ്റോഡിയൻ, മാനേജർ കൈപ്പറ്റ് രസീത് തരികയും ചെയ്യും. ഇനി നമ്മൾ തപാൽ ക്ലർക്കിന് വരുന്ന മറ്റൊരു ഇതാണ് ഞാൻ പറയുന്നത്. തപാൽ ക്ലർക്ക് സ്റ്റാമ്പുകൾ, അപ്പൊ കവറിന് നമുക്ക് വന്നിരിക്കുന്ന അപേക്ഷയുടെ മുകളിലുള്ള സ്റ്റാമ്പുകൾ റദ്ദാക്കേണ്ട ഒരു ഉത്തരവാദിത്തം, അത് സീല് വെച്ചിട്ട് റദ്ദാക്കേണ്ട ഒരു ഉത്തരവാദിത്തം കൂടി ഇപ്പോൾ തപാൽ ക്ലർക്കിന് ഉണ്ട്. ഒരു അപേക്ഷയുടെ മുകളിൽ സ്റ്റാമ്പ് ഒട്ടിച്ചിട്ട് വരുന്ന അപേക്ഷയാണെങ്കിൽ അത് പിന്നീട് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ അത് നമ്മൾ റദ്ദാക്കേണ്ടതായിട്ടുണ്ട്. അതും തപാൽ ക്ലർക്കിന്റെ ഉത്തരവാദിത്തത്തിൽ വരുന്നതാണ്. മറ്റൊന്ന്, ഓഫീസ് സമയത്തിന് ശേഷം, ഓഫീസ് സമയത്തിലോ ശേഷമോ ഒഴിവ് സമയങ്ങളിലും, അപ്പോൾ ഒരു പബ്ലിക് ഹോളിഡേ, ഒരു ഞായറാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച ലീവുള്ള ഒരു ശനിയാഴ്ച, അല്ലെങ്കിൽ ഓഫീസ് സമയം കഴിഞ്ഞിട്ട് ഒരു തപാല് വരികയാണ്, വളരെ അടിയന്തരം എന്ന് പറഞ്ഞിട്ട് ഒരു തപാല് വന്നാൽ അത് നമ്മൾ ഓഫീസ് മേധാവിക്ക്, ഈ ബന്ധപ്പെട്ട ക്ലർക്ക് ഓഫീസ് മേധാവിക്ക് ഒരു ദൂതൻ വഴി എത്തിക്കണമെന്നാണ് നിയമം. അപ്പോൾ ഓഫീസ് സമയങ്ങൾ, ഒഴിവ് സമയങ്ങളിലൊക്കെ ആരുണ്ടാവും? അവിടെ ഡ്യൂട്ടിക്ക് ഒരു ക്ലർക്ക് ഉണ്ടാവും. ഇത് വലിയ ഓഫീസുകളിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. കലക്ടറേറ്റ് പോലെയുള്ള ഓഫീസുകളിൽ ഹോളിഡേയ്സിലും പബ്ലിക് ഹോളിഡേയ്സിലും ക്ലർക്കുമാരുണ്ടാവും. ആ ക്ലർക്കിന് ഡ്യൂട്ടി ക്ലർക്ക് എന്നാണ് പറയുന്നത്. അപ്പൊ ഡ്യൂട്ടി ക്ലർക്കിന്റെ അടുത്ത് ഇത്തരത്തിൽ വളരെ അടിയന്തരം എന്ന് പറഞ്ഞ ഒരു കവർ എത്തിക്കഴിഞ്ഞാൽ അത് പ്രത്യേക ദൂതൻ വഴി അന്നേ ദിവസം തന്നെ ബന്ധപ്പെട്ട ഓഫീസ് മേധാവിക്ക് അദ്ദേഹം കൈമാറേണ്ടതാണ്. ഇനി നമ്മൾ ഈ ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്റർ പറഞ്ഞു. ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററിന്റെ 5 കോളമാണുള്ളത്. അതിന് 1 വർഷത്തേക്കാണ് ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററിന്റെ ഒരു കാലാവധി എന്ന് പറയുന്നത്. ആ ഡിസ്ട്രിബ്യൂഷൻ നമ്പറിൽ ക്രമ നമ്പറാണ് ഇടുക. ആദ്യം ക്രമ നമ്പർ ഇട്ട് അത് 1 മുതൽ ക്രമ നമ്പർ തുടങ്ങും. അങ്ങനെയുള്ള ഒരു രജിസ്റ്ററാണ് വിതരണ രജിസ്റ്റർ അഥവാ ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്റർ എന്ന് പറയുന്നത്.
ഇനി നമുക്ക് ഒരു രജിസ്റ്റർ കൂടി പരിചയപ്പെടേണ്ടതുണ്ട്. അത് സെക്യൂരിറ്റി രജിസ്റ്ററാണ്. സെക്യൂരിറ്റി രജിസ്റ്റർ 9 കോളമുള്ള ഒരു രജിസ്റ്ററാണ് സെക്യൂരിറ്റി രജിസ്റ്റർ. നിങ്ങൾ നോക്കിയാൽ കാണാം 9 കോളമുള്ള സെക്യൂരിറ്റി രജിസ്റ്റർ. അതിൽ ഒന്നാമത്തത് സീരിയൽ നമ്പർ. എന്താണ് സെക്യൂരിറ്റി രജിസ്റ്റർ? വാല്യൂബിൾസ് രേഖപ്പെടുത്തുന്ന രജിസ്റ്ററാണ്. അതായത് വിലപിടിപ്പുള്ള സംഗതികൾ, എന്തെങ്കിലും മാറ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ അത് രേഖപ്പെടുത്തുന്ന രജിസ്റ്ററാണ് സെക്യൂരിറ്റി രജിസ്റ്റർ. സീരിയൽ നമ്പർ. ഡേറ്റ് ഓഫ് റെസീറ്റ്, എന്നാണ് കിട്ടിയതെന്ന്. ഫ്രം ഹൂം റിസീവ്ഡ്, എവിടെ നിന്നാണ് ഇത് കിട്ടിയത്, അതായത് അയച്ചയാളിന്റെ അഡ്രസ്സ്. സെക്ഷൻ, ലെറ്റർ ആൻഡ് ക്ലക്സ്, അത് പറയേണ്ടതില്ലല്ലോ. ഏത് സെക്ഷനിലാണ് ഈ മാറ്റർ, വാല്യുബിൾസ് മാത്രമേ മാനേജർ അടുത്തേക്ക് പോകുന്നുള്ളൂ. അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ എവിടെ നിൽക്കും? സെക്ഷനിൽ തന്നെ പേപ്പറുകളൊക്കെ നിലനിൽക്കും. അത് ഏത് സെക്ഷനാണ്, സെക്ഷന്റെ ലെറ്റർ എന്താണ്, സെക്ഷന്റെ ക്ലർക്കിന്റെ നമ്പർ എത്രയാണ്. ഇനി 5, പർപ്പസ് ഓഫ് കറണ്ട്. ഈ കറണ്ട്, ഈ അപേക്ഷ, ഈ ചെക്കൊക്കെ തന്നിട്ടുള്ള ഈ അപേക്ഷ എന്തിനു വേണ്ടിയിട്ടാണ്, പർപ്പസ് എന്താണ്. പർട്ടിക്കുലേഴ്സ് ഓഫ് വാല്യുബിൾസ്, എന്തൊക്കെ വാല്യുബിൾസ് ആണ് ഈ കവറിൽ ഉണ്ടായിരുന്നത്. വിലപിടിപ്പുള്ള ചെക്ക് മാത്രമായിരുന്നോ, അല്ല DD ആയിരുന്നോ, ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആണ്, എന്തൊക്കെ വാല്യുബിൾസ് ആണ് ഇതിലുണ്ടായിരുന്നതെന്നാണ് 6ാമത്തെ കോളത്തിൽ പറയുന്നത്. ദെൻ 7ാമത്തെ ഇനീഷ്യൽ ഓഫ് കസ്റ്റോഡിയൻ. ഇനീഷ്യൽ ഓഫ് കസ്റ്റോഡിയൻ ഈ രജിസ്റ്ററിൽ ഞാൻ പറഞ്ഞു മാനേജറാണ് കസ്റ്റോഡിയൻ. അപ്പം മാനേജർ അത് കിട്ടിക്കഴിഞ്ഞാൽ ആ ഇനീഷ്യൽ ചെയ്തു കൊടുക്കും. ദെൻ 8ാമത്തെ കോളം സിഗ്നേച്ചർ ഓഫ് ദ ഹെഡ് ഓഫ് ഓഫീസ്. 9ാമത്തെ കോളം റിമാർക്ക്. ഇത്രയുമാണ് സെക്യൂരിറ്റി രജിസ്റ്ററിൽ നമുക്ക് ഉള്ള കോളംസ് എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മുടെ ചോദ്യങ്ങളായിട്ട് വരുന്നുണ്ട്. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററിൽ എത്ര കോളങ്ങളുണ്ട്, പിന്നെ സെക്യൂരിറ്റി രജിസ്റ്ററിൽ എത്ര കോളങ്ങളുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചോദ്യങ്ങളായിട്ട് വരുന്നുണ്ട് എന്നത് നമ്മൾ ഓർക്കാം. ഈ കണ്ടന്റിനെ ഒക്കെ ഞാൻ കുറച്ച് ചോദ്യങ്ങളായി കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് നോക്കാം. ഇനി 1ാമത്തെ ചോദ്യം, ആരുടെ സാന്നിധ്യത്തിലാണ് കിട്ടിയ തീയതി വെച്ച് സീല് പതിക്കുകയും നമ്പർ ഇടുകയും ചെയ്യേണ്ടത്? നമ്പറിംഗ് ആൻഡ് സീലിംഗ് ആരുടെ സാന്നിധ്യത്തിലാണ് ഇത് ചെയ്യേണ്ടത്? കവറുകൾ ഓഫീസ് മേധാവിയുടെ സാന്നിധ്യത്തിലാണ്. ഇനി ഉദ്യോഗസ്ഥരുടെ പേര് വെച്ചിട്ടുള്ളതും സീക്രട്ട്, സ്ട്രിക്ട്ലി കോൺഫിഡൻഷ്യൽ എന്നിങ്ങനെയുള്ള കവറും ആര് തുറക്കണമെന്നാണ്. ഒന്ന്, ഉദ്യോഗസ്ഥരുടെ പേര് വെച്ചതായിരിക്കണം. അല്ലെങ്കിൽ ആ കവറിന്റെ മുകളിൽ സീക്രട്ട് എന്നോ സ്ട്രിക്ട്ലി കോൺഫിഡൻഷ്യൽ എന്നോ വെച്ചിട്ടുള്ള കവറുകൾ ആരാണ് തുറക്കേണ്ടത്? ആരാ തുറക്കേണ്ടത്? ആ മേൽവിലാസക്കാര് തന്നെയാണ് തുറക്കേണ്ടത്. ഇംഗ്ലീഷിൽ അഡ്രസ്സി എന്ന് പറയും. അഡ്രസ്സിയാണ് തുറക്കേണ്ടത് എന്ന കാര്യം നമ്മൾ ഓർമ്മിക്കുക. തപാൽ വഴിയോ ദൂതൻ വഴിയോ വരുന്ന തപാലുകൾ കൈപ്പറ്റേണ്ടത് ആരാണ്? ഇപ്പൊ തപാൽ വഴി വരാം, അല്ലെ വേറൊരു ദൂതൻ വഴി വരാം. ആ തപാലുകൾ ആരാണ് കൈപ്പറ്റേണ്ടത്? അത് കൈപ്പറ്റേണ്ടത് തപാൽ ക്ലർക്കാണ്. ഓഫീസ് സമയം കഴിഞ്ഞ് ലഭിക്കുന്ന തപാലുകൾ തുറക്കേണ്ടത് എപ്പോഴാണ്? അടുത്ത ചോദ്യം. ഓഫീസ് സമയം കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു എപ്പോഴാണ് തുറക്കേണ്ടത്? തൊട്ടടുത്ത ദിവസം. സമയം ചോദിച്ചാൽ 10 മണിയെന്ന് നമുക്ക് പറയാം. തൊട്ടടുത്ത ദിവസം 10 മണിക്ക് തന്നെ അത് തുറക്കേണ്ടതുണ്ട്. അടുത്ത ചോദ്യം, അടിയന്തര സ്വഭാവമല്ലാത്ത തപാലുകൾ പൊട്ടിച്ച് എവിടെയാണ് രേഖപ്പെടുത്തേണ്ടത്? അപ്പൊ നമ്മൾ അടിയന്തര സ്വഭാവമല്ലാത്ത, അതാണ് വ്യത്യാസം. എഫിമറൽ ക്യാരക്ടർ എന്ന് പറയും. അടിയന്തര സ്വഭാവമുള്ള അല്ലാത്ത, അതായത് താൽക്കാലികമായ, നൈമിഷികമായ, കുറഞ്ഞ നേരത്തേക്ക് മാത്രം വാലിഡിറ്റി ഉള്ള, അല്പായുസുള്ള എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അത്തരം പേപ്പറുകൾ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററിൽ ചേർക്കണമെന്നില്ല. അങ്ങനെ അല്ലാത്ത, അതിന് സ്ഥിരതയുള്ള പേപ്പറുകൾ നമ്പർ ഇട്ട് എവിടെ ചേർക്കണം, ഏത് രജിസ്റ്ററിൽ ചേർക്കണമെന്നാണ് ചോദിക്കുന്നത്. ചോദ്യം അതാണ് ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്റർ അഥവാ വിതരണ രജിസ്റ്റർ എന്നാണ് ഉത്തരം. അടുത്ത ചോദ്യം, ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററിന് അഥവാ വിതരണ രജിസ്റ്ററിന് എത്ര കോളം ഉണ്ട്? 5 കോളമാണ് വിതരണ രജിസ്റ്ററിന് ഉള്ളത്. ഇനി ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്റർ ആരാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഈ ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്റർ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? തപാൽ ക്ലർക്കാണ് ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്റർ കൈകാര്യം ചെയ്യുന്നത്. ഇനി ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫീസുകളിൽ നിന്ന് തപാൽ കൊണ്ടുവരുന്നത് ഏത് രീതിയിലാണ്?
അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഹെഡ് ക്വാർട്ടേഴ്സിൽ ഒരു ഓഫീസിൽ നിന്ന് മറ്റൊരു ഓഫീസിലേക്ക് തപാൽ കൊണ്ടുവരുന്നത് ലോക്കൽ ഡെലിവറി ബുക്കിലാണ്. ലോക്കൽ ഡെലിവറി ബുക്ക്. ആ ലോക്കൽ ഡെലിവറി ബുക്ക് നമ്മൾ എടുത്തെത്തി നമ്മുടെ അടുത്ത് കൊണ്ടുവന്നെന്നും നമ്മുടെ അടുത്തത് റെസീവ് കൈപ്പറ്റി എന്നതിനുള്ള തെളിവ് ലോക്കൽ ഡെലിവറി ബുക്കിൽ ഉണ്ടാവും. അത് തപാൽ ക്ലർക്ക് ലോക്കൽ ഡെലിവറി ബുക്കിൽ ഒപ്പിട്ട് കൊടുക്കേണ്ടതാണ്, ഈ കവർ കൊണ്ടുവരുന്ന കവർ കൈപ്പറ്റിയതിന് ശേഷം. ഇനി പ്രത്യേകമായിട്ട് ചോദ്യം അല്ലാതെ ഒരു കാര്യം പറയാനുള്ളത്, പേഴ്സണൽ രജിസ്റ്ററുമായിട്ട് അത് അടുത്ത ക്ലാസ്സിൽ പറയാം. ഒന്നിലധികം സെക്ഷനുകളെ സംബന്ധിക്കുന്ന ഫാക്ടറി ഒരു അപേക്ഷ, ഒരു കറണ്ട് വന്നതെങ്കിൽ എങ്ങനെയാ അത് സെക്ഷൻ ക്ലർക്ക് കൈകാര്യം ചെയ്യണമെന്ന്. ഇപ്പം ഞാൻ പറഞ്ഞ അതിൻ്റെ ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ, ഒരു ക്ലർക്കുമായി ബന്ധപ്പെട്ട ഒരു മാറ്ററും ഉണ്ട്, വേറൊരു ക്ലർക്കുമായി ബന്ധപ്പെട്ട ഒരു മാറ്ററും ഇവിടെ ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്, ആർക്കാണ് ഇത് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്, വിതരണം ചെയ്യേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ അറിയിപ്പിന്റെ ആദ്യം സൂചിപ്പിച്ചിട്ടുള്ള സംഗതി ഏതാണോ അതുമായി ബന്ധപ്പെട്ട സെക്ഷന് ആണ് കൈകാര്യം ചെയ്യേണ്ടത്. പിന്നെ അതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ മാത്രം, വേറെ എന്താണോ അത് മാത്രം അടുത്ത ക്ലർക്കിന് കൈമാറ്റം ചെയ്യാൻ മതി. അടുത്ത ചോദ്യം, വിലപിടിപ്പുള്ള ഉള്ളടക്കങ്ങൾ, വാല്യുബിൾ എൻക്ലോഷേഴ്സ് എന്ന് പറയും, ചെക്ക്, ക്യാഷ്, മറ്റു വിലപിടിപ്പുള്ള സംഗതികളൊക്കെ എവിടെയാണ് നമ്മൾ രേഖപ്പെടുത്തേണ്ടത്? അത് രേഖപ്പെടുത്തേണ്ടത് സെക്യൂരിറ്റി രജിസ്റ്ററിലാണ്. അടുത്ത ചോദ്യം, വാല്യുബിൾസിന്റെ കസ്റ്റോഡിയൻ ആരാണ്? വാല്യുബിൾസിന്റെ കസ്റ്റോഡിയൻ മാനേജറാണ്. മാനേജർ വാല്യുബിൾസ് കൈപ്പറ്റുന്ന വിവരം, ഇപ്പോൾ മാനേജർ ഞാൻ പറഞ്ഞു, മാനേജറാണ് വാല്യുബിൾസ് ആയിട്ടുള്ള വിലപിടിപ്പുള്ള സാധനങ്ങൾ കൈപ്പറ്റുന്നത്, അദ്ദേഹമാണ് അതിൻ്റെ കസ്റ്റോഡിയൻ. ചോദ്യം ഇതാണ്, ഇത്തരം വിലപിടിപ്പുള്ള സാധനങ്ങൾ കൈപ്പറ്റുന്ന വിവരം മാനേജർ എവിടെയാണ് രേഖപ്പെടുത്തേണ്ടത്? മാനേജർ രണ്ട് സ്ഥലത്ത് രേഖപ്പെടുത്തും. ഒന്ന് സെക്യൂരിറ്റി രജിസ്റ്ററിൽ രേഖപ്പെടുത്തും, മറ്റൊന്ന് ഈ നമുക്ക് കിട്ടിയിട്ടുള്ള ആ പേപ്പർ അതിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന അല്ലെ അറിയിപ്പിന്റെ മാർജിനിൽ രേഖപ്പെടുത്തും. അദ്ദേഹം റിസീവ്ഡ് ചെക്ക് എന്ന് പറഞ്ഞിട്ട് പിന്നെ അദ്ദേഹം രണ്ട് സ്ഥലത്ത് അറിയിപ്പിന്റെ മാർജിനിലും സെക്യൂരിറ്റി രജിസ്റ്ററിലും അത് രേഖപ്പെടുത്തും. ഇനി മറ്റൊരു ചോദ്യം, നമ്മൾ സ്റ്റാമ്പ് അക്കൗണ്ട് ഉണ്ടാവും. നമുക്ക് ഒരു ഓഫീസിൽ സ്റ്റാമ്പ് അക്കൗണ്ട് ഉണ്ട്, സ്റ്റാമ്പുകളുടെ അക്കൗണ്ട്. ആ സ്റ്റാമ്പ് അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നത് ആരാണ്? ഡെയിലി സ്റ്റാമ്പ് അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്ന, രേഖപ്പെടുത്തേണ്ടത് ആരാണ്? അതും തപാൽ ക്ലർക്കിന്റെ ജോലിയാണ്. അടുത്ത ചോദ്യം, ഒരു ഓഫീസുകളിൽ ലഭിച്ച DD, ചെക്ക് ഇവ തപാൽ ക്ലർക്ക് എവിടെയാണ് രേഖപ്പെടുത്തേണ്ടത്? വീണ്ടും റിപ്പീറ്റഡ് ആണത്, സെക്യൂരിറ്റി രജിസ്റ്ററിലാണ് രേഖപ്പെടുത്തേണ്ടത്. ഇനി ഇത് സെക്യൂരിറ്റി രജിസ്റ്ററുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള നമ്പർ വിതരണത്തിന് മുമ്പ്, സെക്യൂരിറ്റി രജിസ്റ്റർ എന്ന് പറയുന്നത് ഇത്തിരി കൂടി പ്രാധാന്യം കൂടിയ ഒരു കറണ്ടാണ് ഈ സെക്യൂരിറ്റി രജിസ്റ്ററിൽ ചേർക്കുന്ന വാല്യുബിൾസിന്റെ കറണ്ട്. അപ്പോൾ അത് ആ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് സെക്യൂരിറ്റി രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടുള്ള നമ്പർ പിന്നെ ഫെയർ കോപ്പി സൂപ്രണ്ടാണ് സാക്ഷ്യപ്പെടുത്തേണ്ടത്. അപ്പോൾ ഒരാൾ കൂടി സാക്ഷ്യപ്പെടുത്തേണ്ടതുണ്ട്. കസ്റ്റോഡിയൻ്റെ റെസീറ്റ് മാത്രം പോരാ, ഇത് ബന്ധപ്പെട്ട സെക്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഫെയർ കോപ്പി സൂപ്രണ്ട് കൂടി ആ നമ്പർ സാക്ഷ്യപ്പെടുത്തേണ്ടത്. നമ്പറാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ഇപ്പോൾ ഫെയർ കോപ്പിയിൽ എത്തുമ്പോൾ ആ നമ്പർ ശ്രദ്ധിക്കാനും ഒക്കെ കഴിയും. ഇപ്പോൾ ഹർജികളിന്മേലോ മറ്റു പ്രമാണങ്ങളിലോ പതിപ്പിച്ചിട്ടുള്ള സ്റ്റാമ്പുകൾ തീയതി മുദ്ര ഉപയോഗിച്ചിട്ട് റദ്ദ് ചെയ്യേണ്ടത് ആരാണ്? സ്റ്റാമ്പ് ക്യാൻസൽ ചെയ്യാം, അത് ചെയ്യേണ്ടത് തപാൽ ക്ലർക്കാണ്. അപ്പോൾ മറ്റൊരു കൃത്രിമം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റാമ്പിനെ ടച്ച് ചെയ്തിട്ടാണ് ഈ ക്യാൻസലേഷൻ, അത് റദ്ദ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം, ഓഫീസ് സമയത്തിന് പുറമെ ഒഴിവ് ദിവസങ്ങളിലും സ്പെഷ്യൽ, അടിയന്തരം, അർജന്റ്, ഉടൻ തന്നെ എന്നൊക്കെ അടയാളപ്പെടുത്തി വരുന്ന അറിയിപ്പുകൾ അന്നേ ദിവസം തന്നെ എത്തിച്ചു കൊടുക്കണമെന്ന് നമ്മൾ പറഞ്ഞു. സ്പെഷ്യൽ മെസ്സഞ്ചർ വഴി, പ്രത്യേക ദൂതം വഴി എത്തിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. അത് ആർക്കാണ് എത്തിച്ചു കൊടുക്കേണ്ടത്? ഇത്തരത്തിൽ വരുന്ന അടിയന്തര സ്വഭാവമുള്ള
കവറുകൾ ആർക്കാണ് എത്തിച്ചു കൊടുക്കേണ്ടത്? ഹെഡ് ഓഫ് ഓഫീസിനാണ് എത്തിച്ചു കൊടുക്കേണ്ടത്. ഇനി ഓഫീസ് സമയത്തിന് പുറമെ വരുന്ന അർജന്റ് അറിയിപ്പുകൾ സ്പെഷ്യൽ മെസ്സഞ്ചർ വഴി ഹെഡ് ഓഫ് ഓഫീസിന് എത്തിച്ചു കൊടുക്കേണ്ടത് ആരുടെ ചുമതലയാണ് എന്നൊരു ചോദ്യമാണ്. അവധി ദിവസങ്ങളിലും ഓഫീസ് സമയത്തിന് പുറമെയും അർജന്റ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട, വളരെ സ്പീഡിൽ ചെയ്യേണ്ട കാര്യങ്ങളുള്ള കവറുകൾ ഹെഡ് ഓഫ് ഓഫീസിന് എത്തിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഡ്യൂട്ടി ക്ലർക്കിനാണ്. ഞാൻ പറഞ്ഞല്ലോ, വലിയ ഓഫീസുകളിൽ അവധി ദിവസങ്ങളിലും ക്ലർക്കുമാരുണ്ടാവും. ആ ക്ലർക്കുമാർക്കാണ് ഡ്യൂട്ടി ക്ലർക്ക് എന്ന് പറയുന്നത്. എല്ലാ ക്ലർക്കുമാരും ഉണ്ടാവില്ല. ചില പ്രത്യേക ക്ലർക്കുമാർക്ക് ഡ്യൂട്ടി നൽകും. ആ ഡ്യൂട്ടി ഇപ്പോൾ ഞായറാഴ്ച ഒരു ക്ലർക്ക് ഡ്യൂട്ടി എടുത്തു കഴിഞ്ഞാൽ ആ ക്ലർക്കിന് കോമ്പൻസേഷൻ ഓഫ് മറ്റൊരു ദിവസം കൊടുക്കും. അന്ന് ഞായറാഴ്ച വന്നതിന് പകരമായിട്ട് മറ്റൊരു ദിവസം കോമ്പൻസേഷൻ ഓഫ് കൊടുത്താണ് അത് മാനേജ് ചെയ്യുന്നത്. അത്തരത്തിൽ വലിയ ഓഫീസുകളിൽ അവധി ദിവസങ്ങളിലും ക്ലർക്കുമാർക്ക് ഡ്യൂട്ടി നൽകാറുണ്ട്. ഏത് തരം പേപ്പേഴ്സാണ് ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററിൽ ചേർക്കേണ്ടത്? ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററിൽ നമ്മൾ ചേർക്കേണ്ടാത്ത ഒരു പേപ്പർ എന്ന് പറയുന്നത് എഫീമറൽ ക്യാരക്ടേഴ്സ് ഉള്ള, അതായത് നമ്മൾ അല്പായുസായിട്ടുള്ള പേപ്പർ, ഒരു ദിവസത്തേക്ക് മാത്രം പ്രാധാന്യമുള്ള പേപ്പറുകൾ ആണ് വളരെ അത്തരത്തിലുള്ള പേപ്പറുകൾ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററിൽ ചേർത്തേണ്ടതില്ല എന്നാണ് പറയാനുള്ളത്. മറ്റൊരു ചോദ്യം, സെക്യൂരിറ്റി രജിസ്റ്ററിൽ എത്ര കോളങ്ങൾ ഉണ്ട്? സെക്യൂരിറ്റി രജിസ്റ്ററിൽ 9 കോളമാണുള്ളത്. ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററിൽ എത്ര കോളമാണ് ഉള്ളത്? ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററിൽ 5 കോളങ്ങളാണ് ഉള്ളത്. ഇത്രയുമാണ് ഈ തപാൽ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി പറയാനുള്ള 1-2 കാര്യങ്ങൾ കൂടി ഇതിൽ പറയാം. ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററിൽ, അതായത് തപാൽ വന്നു, സെക്ഷൻ ക്ലർക്കിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടാത്ത പേപ്പറുകളാണ് ഇതൊക്കെ. ഒന്ന്, അർജന്റ് ടെലിഫോൺ മെസ്സേജ്, വളരെ പെട്ടെന്ന് വരുന്ന ഒരു ടെലിഫോൺ മെസ്സേജ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററിൽ ചേർക്കേണ്ടതില്ല. ടൂർ പ്രോഗ്രാം, അതായത് ഹെഡ് ഓഫ് ഓഫീസിന്റെ ടൂർ പ്രോഗ്രാമും അതുമായി ബന്ധപ്പെട്ട ഒരു തപാലിന്റെ ഒപ്പം വരുന്ന എൻക്ലോഷേഴ്സ്, അത് അതിനോടനുബന്ധിച്ചിട്ടുള്ളതായിരിക്കുമല്ലോ. അപ്പൊ മെയിൻ കാര്യം മാത്രമാണ് നമ്മൾ ചേർക്കുന്നത്. എൻക്ലോഷേഴ്സ് ചേർക്കേണ്ട. അഡീഷണൽ കോപ്പീസ്, സ്പെയർ കോപ്പീസിന്റെ മാറ്റർ ഒന്നും ചേർക്കേണ്ടതില്ല. അഡീഷണൽ കോപ്പീസ് വെച്ച് കഴിഞ്ഞാൽ അത് ചേർക്കേണ്ട. ടൂർ പ്രോഗ്രാം വേണ്ട. അറ്റാച്ച്ഡ് കോപ്പീസ് ചേർക്കേണ്ടതില്ല. അൺസ്റ്റാമ്പ്ഡ് അപ്ലിക്കേഷൻ, അതായത് സ്റ്റാമ്പ് ഒട്ടിക്കേണ്ട ഏതെങ്കിലും അപേക്ഷയിൽ സ്റ്റാമ്പ് ഒട്ടിക്കാതിരുന്നാൽ, അപ്പോൾ വന്ന അപേക്ഷയിൽ സ്റ്റാമ്പ് ഒട്ടിക്കേണ്ടതാണെങ്കിൽ അതിൽ സ്റ്റാമ്പ് ഒട്ടിച്ചിട്ടില്ല, അങ്ങനെയെങ്കിൽ അത് ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററിൽ ചേർക്കേണ്ടതില്ല. റോങ് അഡ്രസ്സ്, ഓഫീസിന്റെ പേരുണ്ട്, വേറെ അഡ്രസ്സാണ് എങ്കിൽ നമ്മൾ റോങ് ആയിട്ടുള്ള അഡ്രസ്സാണ് നമുക്ക് അഭിസംബോധന ചെയ്തു വന്നിരിക്കുന്നതെങ്കിൽ അതും ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററിൽ ചേർക്കേണ്ടതില്ല. അപേക്ഷകൾ പ്രിസ്ക്രൈബ്ഡ് ഫോമിലല്ലെങ്കിൽ, അതായത് ഒരു അപേക്ഷ തരേണ്ടത് നിശ്ചിത ഫോറത്തിലാണെങ്കിൽ ആ അപേക്ഷ നിശ്ചിത ഫോറത്തിൽ തന്നെ തരണം. അത്തരത്തിലൊരു ഫോർമാറ്റിൽ അല്ലാതെ അപേക്ഷ വന്നു കഴിഞ്ഞാൽ അതും നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററിൽ ചേർക്കേണ്ടതില്ല. ഗസറ്റ്, സർക്കാർ ഗസറ്റ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററിൽ ചേർക്കേണ്ടതില്ല. പ്രിന്റഡ് പബ്ലിക്കേഷൻസ്, പല പ്രിന്റഡ് പബ്ലിക്കേഷൻസും നമ്മുടെ ഓഫീസിലേക്ക് വരാറുണ്ട്, അതും ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററിൽ ചേർക്കേണ്ടതില്ല. അപ്പോൾ നമ്മൾ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ചോദ്യം കൂടി നമ്മൾ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. താഴെ പറയുന്നവയിൽ എന്താണ് ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററിൽ ചേർക്കേണ്ടാത്തത്? ഒറ്റ വാചകത്തിൽ പ്രധാനമായിട്ട് പറഞ്ഞാൽ പേപ്പേഴ്സ് ഓഫ് എഫിമറൽ ക്യാരക്ടർ, അതായത് താൽക്കാലിക അല്പസമയത്തേക്ക് മാത്രം ആയുസുള്ള പേപ്പറുകളുണ്ട്. ആ പേപ്പറുകളാണ് പൊതുവെ പറയുമ്പോൾ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററിലേക്ക് ചേർക്കേണ്ടാത്തത്. ബാക്കി കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് ഇപ്പോൾ പറഞ്ഞു. ടെലിഫോൺ മെസ്സേജ്, ടൂർ പ്രോഗ്രാം, എൻക്ലോഷേഴ്സ്, സ്പെയർ കോപ്പി, അൺസ്റ്റാമ്പ്ഡ് ആപ്ലിക്കേഷൻ, റോങ്ലി അഡ്രസ്ഡ് ആപ്ലിക്കേഷൻസ്, പ്രിസ്ക്രൈബ്ഡ് ഫോമിലല്ലാത്ത ആപ്ലിക്കേഷൻ, ഗസറ്റ്, പ്രിന്റഡ് പബ്ലിക്കേഷൻ, ഇത്രയും കാര്യങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററിൽ ചേർക്കേണ്ടതില്ല. അപ്പോൾ പ്രധാനപ്പെട്ട തപാൽ എന്ന് പറയുന്ന ഭാഗത്തുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് മൊത്തത്തിൽ അവസാനം ഓരോ കാര്യങ്ങൾ കഴിഞ്ഞ് എല്ലാ ക്ലാസ്സുകളും കഴിഞ്ഞിട്ട്
ഞാനൊരു ഇൻഡെക്സ് തയ്യാറാക്കിയിട്ടുണ്ട്. ആ ഇൻഡെക്സ് പഠിക്കാൻ വേണ്ടി വളരെ സൗകര്യപ്രദമായിരിക്കും. അത് ഞാനിടും. അതിനുശേഷം നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളെല്ലാം വരുമ്പോൾ ഈ കണ്ടന്റുകൾ, നമ്മളിപ്പോൾ പറഞ്ഞ കണ്ടന്റുകൾ കൂടുതൽ മനസ്സിരുത്തി നമ്മളെ മനസ്സിലേക്ക് പതിയാനുള്ള ഒരവസരം ഉണ്ടാവും. നിങ്ങൾ ഈ ക്ലാസ്സുകൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പം നമ്മുടെ മനസ്സിൽ അത് ഉറയ്ക്കും. അത്തരത്തിൽ പരീക്ഷ വളരെ എളുപ്പത്തിൽ വിജയിക്കാനാവും. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.